രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ കോൺഗ്രസ് ഒന്നാകെ ആടി ഉലയുകയാണ്. ഒന്നിന് പിന്നാലെ ഒന്നായി നിരവധി ആരോപണങ്ങളുമായി നിരവധി സ്ത്രീകളാണ് ഇപ്പോൾ രാഹുലിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. ആരോപണങ്ങൾ കൊടുമ്പിരി കൊണ്ടതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെക്കേണ്ടി വന്നു രാഹുലിന്. രാഹുലിനെതിരായ ആരോപണങ്ങൾ ആ വ്യക്തിയെ മാത്രമല്ല ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്, പാർട്ടിയെ ഒന്നാകെയാണ്. പ്രതിസ്ഥാനത്തുള്ള രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അടുത്തു തന്നെ വരുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് തലയൂരാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അതിനിടയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനുള്ളിലും പ്രശ്നം രൂക്ഷമാകുന്നത്. കാര്യം മറ്റൊന്നുമല്ല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി തന്നെയാണ് കാരണം. അധ്യക്ഷ പദവിക്കായി സംഘടനയ്ക്കുള്ളിൽ തന്നെ വലിയ പോരാട്ടം തുടരുകയാണ്. അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കെതിരെയും പ്രതിഷേധം കനക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ അബിൻ വർക്കിയാണെന്നാണ് രാഹുലിന്റെ അനുയായികൾ വാദിക്കുന്നത്. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോസ്റ്ററുകളും സംഘടനയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ബാഹുബലിയെ പിന്നിൽ നിന്നും കുത്തുന്ന കട്ടപ്പയുടെ ചിത്രമടങ്ങുന്ന പോസ്റ്ററിലാണ് അബിൻ വർക്കിക്കെതിരായ ആരോപണം പ്രവർത്തകർ പങ്കുവച്ചിരിക്കുന്നത്. ഒരാളെ പിന്നിൽ നിന്നും കുത്തിവീഴ്ത്തി അധ്യക്ഷ പദവി നേടാമെന്ന് ആരും കരുതേണ്ടെന്നാണ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് സംഘടനയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പറയുന്നത്. ഇതിന്റെയൊക്കെ നിരവധി സ്ക്രീൻഷോട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ രാഹുലിന്റെ വിഷയം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. യുവ നേതാവും MLA-യുമായ രാഹുലിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ നാണക്കേട് മാത്രമല്ല, അനുയായികൾക്കിടയിലെ വിള്ളലും പാർട്ടിക്ക് തലവേദനയാവുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും അടുക്കാറായതോടെ ഈ തലവേദന ഇനിയും കൂടും. എങ്ങനെയും ഇത്തവണ ഭരണം പിടിക്കണമെന്ന വാശിയിൽ അരയും തലയും മുറുക്കി കോൺഗ്രസ് ഇറങ്ങുമ്പോഴാണ് രാഹുലിന്റെ രൂപത്തിൽ ഈ പ്രതിസന്ധി വന്നിരിക്കുന്നത്. ആരോപണങ്ങൾ രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തെ തന്നെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ മറ്റു പാർട്ടികൾക്ക് ഇത് കോൺഗ്രസിനെതിരായ ഒരു വജ്രായുധം തന്നെയാണ്.